നമസ്കാരം. ദീപിക ഇമ്പാക്റ്റ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു യുവ രാഷ്ട്രീയക്കാരിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. വെറും രാഷ്ട്രീയക്കാരി എന്ന് പറഞ്ഞാൽ പോരാ, ചില പ്രത്യേകതകളുണ്ട്. ആൻ സെബാസ്റ്റ്യൻ ഇന്ന് നമുക്കൊപ്പം അതിഥിയായി എത്തുന്നു. നമസ്കാരം. നമസ്കാരം. എവിടെയാണ് ആനിൻ്റെ സ്വദേശം? ചാലക്കുടിയിലെ മാരാങ്കോട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ചാലക്കുടി മാരാങ്കോട്, കോടശ്ശേരി പഞ്ചായത്ത്. കോടശ്ശേരി പഞ്ചായത്ത്. ഇപ്പോൾ എന്താണ് പഠിക്കുന്നത്? ഞാൻ PhD റിസർച്ച് സ്കോളറാണ്. ചങ്ങനാശ്ശേരി അസംഷൻ ആണ് സെൻറ്റർ, ഗൈഡ് CMS. ഓക്കെ. ഇതിനു മുമ്പ് പഠനം എവിടെയായിരുന്നു? ആലുവ UC കോളേജിലായിരുന്നു ഡിഗ്രിയും PGയും. ചാലക്കുടി കാർമൽ സ്കൂളിലാണ് LKG to +2. ഓക്കെ. ഇത് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയക്കാരി ആണ് ആൻ സെബാസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഈ സമീപകാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ചില മണ്ഡലങ്ങളിൽ ആൻ്റെ പേരുമൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഒരു പുതിയ ഒരു സാന്നിധ്യമായിട്ട് ആൻ മാറുന്ന ഒരു കാലമാണ്. എങ്ങനെയായിരുന്നു ഈ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശം? ഞാൻ ആലുവ UC കോളേജിൽ വന്നിട്ടാണ് പൊളിറ്റിക്സിൽ ആക്റ്റീവ് ആവുന്നത്. പക്ഷെ അതിന് മുന്നേ ഒരു വീട്ടിൽ നിന്ന് ഒരു ബേസ് ഉണ്ടായിരുന്നു. പപ്പ ആക്റ്റീവായിട്ട് കോൺഗ്രസിൻ്റെ വർക്കറായിരുന്നു. അല്ലാതെ വേറെ പോസ്റ്റുകൾ അങ്ങനെയൊന്നും വീട്ടിൽ നിന്ന് ആരും കാര്യമായിട്ടുള്ള സ്ഥാനങ്ങളിലൊന്നും ഇരുന്നിട്ടില്ല. പിന്നെ മമ്മി അതിലിങ്ങനെ പറഞ്ഞ് ചെറുപ്പത്തിലെ ഡൈജസ്റ്റും പുസ്തകങ്ങളൊക്കെ എപ്പോഴും വായിപ്പിക്കുമായിരുന്നു. മമ്മി ടീച്ചറാണ്. അപ്പം ഇങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വം, രാജീവ് ഗാന്ധിയുടെ മരണം, അപ്പം മമ്മി ചേച്ചീനെ പ്രസവിക്കുന്ന സമയത്തായിരുന്നു രാജീവ് ഗാന്ധിയുടെ മരണവും. അപ്പോൾ അന്ന് പപ്പയൊക്കെ ഒരുപാട് 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ മമ്മീനെ കാണാൻ വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധിജി, നെഹ്റു ഒക്കെ എടുത്ത എഫേർട്ട് ഞാനത് കാര്യമായി ശ്രദ്ധിക്കില്ല. എന്നാലും എൻ്റെ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കോൺഗ്രസ് രാജ്യത്തിന് ചെയ്ത കാര്യങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, ഇപ്പോൾ ഈ രാജ്യത്തിനെ റീബിൽഡ് ചെയ്തത്, സ്വാതന്ത്ര്യം കിട്ടിയൊരു ഒന്നുമില്ലാത്ത രാജ്യത്തിനെ റീബിൽഡ് ചെയ്തത് കോൺഗ്രസ് ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അതെങ്ങനെയോ കുറച്ച് ആൾക്കാർക്ക് രാജ്യത്തെ റീബിൽഡ് ചെയ്യാൻ പറ്റാന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ചില കുടുംബങ്ങളൊക്കെ 1-2 വ്യക്തിയുടെ ദീർഘവീക്ഷണവും ത്യാഗവും കാരണം കുടുംബങ്ങൾ രക്ഷപ്പെടുന്ന ഒരു ചെറിയ എക്സാമ്പിളൊക്കെ അന്ന് ചെറുപ്പത്തിലെ നമുക്കിങ്ങനെ പറഞ്ഞു തരും. പഞ്ചവത്സര പദ്ധതിയിലൂടെ, ദീർഘവീക്ഷണമുള്ള ഭരണഘടനയിലൂടെയൊക്കെ കോൺഗ്രസ് ഇന്ത്യയെ മോൾഡ് ചെയ്തെടുത്ത കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ കാര്യങ്ങൾ ഞങ്ങൾ സിബ്ലിങ്സ് ഞങ്ങൾ ഇരുന്ന് പറഞ്ഞു തരുമ്പോൾ പറഞ്ഞു തരുന്ന ഒരു അറിവുണ്ടായിരുന്നു. പക്ഷെ കോളേജിൽ ചെല്ലുമ്പോൾ ഈ അറിവ് എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം അന്ന് അവിടെ KSU തീരെ ആക്റ്റീവ് അല്ലായിരുന്നു. എല്ലാവരും ക്ലാസ് മൊത്തം SFIയുമായി ബന്ധപ്പെട്ട് മെമ്പർഷിപ്പും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിലും വലിയ ഇതിൽ പ്രവർത്തിക്കണം എന്നൊന്നുമില്ല. എന്നാലും ഞാൻ വേറെ ഇതിലേക്കില്ല, ഞാൻ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ് ഞാൻ 1 മാസത്തോളം ആ കോളേജിൽ മറ്റു KSUക്കാരെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ പതുക്കെ അവിടെ ആക്റ്റീവ് ആയതാണ്. ആലുവ UC കോളേജിലാണ് ഞാൻ ആക്റ്റീവ് ആയത്. ഓക്കെ. വീട്ടിലെ നിങ്ങളുടെ സഹോദരങ്ങൾ എത്ര പേരാണ്? എനിക്ക് ചേച്ചിയും ചേട്ടനാ. ചേട്ടാ അവരെന്ത് ചെയ്യുന്നു? ചേച്ചി തൃക്കാക്കര ഭാരത് മാതാ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ചേട്ടൻ കാനഡയിലാണ്. ഓക്കെ. അപ്പോൾ പലപ്പോഴും ഈ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഒരു അത്ര അപരിചിതമായ സംഭവമല്ല. പക്ഷേ ഒരു പെൺകുട്ടി, പഠിക്കാൻ വേണ്ടി പോയ ഒരു പെൺകുട്ടി പെട്ടെന്ന് വെറും രാഷ്ട്രീയമല്ല, സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബം, ബന്ധുക്കൾ, ഇവരിൽ നിന്നൊക്കെ ചില ചോദ്യങ്ങളും സംശയങ്ങളും ആശങ്കകളും ഒക്കെ ഉയർന്നേക്കാം. അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ആനിന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ചുറ്റുപാടുള്ളവർ അങ്ങനെ തുടക്കത്തിൽ പല കമൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ വീട്ടിൽ അങ്ങനെ ഞങ്ങൾക്ക് ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വ്യത്യാസം ചെറുപ്പത്തിലെ അങ്ങനെ കാര്യമായിട്ടില്ല. ഇപ്പോൾ ചേച്ചിയായാലും ചേട്ടനായാലും ഞാനായാലും ഇപ്പോൾ ഒരു 6 മണിക്ക് വരേണ്ട ഞങ്ങളിൽ 3 പേര് ആര് രാത്രി 9 മണിക്ക് വൈകി വന്നാലും ഒരേ ചോദ്യങ്ങളാണ്. വഴക്ക് പറയേണ്ടതാണെങ്കിൽ 3 പേർക്കും ഒരേ രീതിയിലാണ് വഴക്ക്. ചേട്ടന് കേൾക്കുന്ന അതേ വഴക്ക് തന്നെയാണ് ഞങ്ങൾക്കും കേട്ടിട്ടുള്ളൂ, ചേച്ചിക്കും എനിക്കും. വേറെ കൂടുതൽ വഴക്ക് അങ്ങനെ പെൺകുട്ടി ആൺകുട്ടി എന്നുള്ള വ്യത്യാസം വീട്ടിൽ നിന്നില്ല. നമ്മളിങ്ങനെ ഒരു സിനിമാ താരം ഇങ്ങനെ പറഞ്ഞല്ലോ, പെൺകുട്ടികൾക്ക് മീൻ വറുത്തതിന്റെ ജെൻഡർ പൊളിറ്റിക്സ് വീട്ടില്. അപ്പൊ അത് കേൾക്കുമ്പോൾ എൻ്റെ ചേട്ടൻ പറയും, അയ്യോ എനിക്കായിരുന്നു കുറവ് കിട്ടിയിരുന്നത്, നിങ്ങളാണ് കൂടുതൽ എടുത്തതെന്ന് പറഞ്ഞ് ചേട്ടൻ കളിയാക്കുമായിരുന്നു. അങ്ങനെ വീട്ടിൽ അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ ഇളയ കുട്ടിയായതുകൊണ്ട് ചേച്ചിയും ചേട്ടനും സപ്പോർട്ട് ചെയ്യാനുണ്ടായിട്ടുണ്ട്. എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ പോക്കറ്റ് മണി തരാനും അങ്ങനെ പപ്പയും മമ്മിയും എല്ലാവരും സപ്പോർട്ടായിരുന്നു. പുറത്തുള്ളവരൊക്കെ ഇങ്ങനെ ആലുവയിൽ പഠിക്കാൻ പോയി കഴിഞ്ഞ് ഞാൻ ഡിഗ്രി മുതലേ തിരുവനന്തപുരത്തെ സമരങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് പുലർച്ചെയായിരിക്കും ചാലക്കുടി ട്രെയിൻ എത്താം. അപ്പോൾ എന്നും വീട്ടിൽ നിന്ന് ആരെങ്കിലും 10 കിലോമീറ്റർ ഉണ്ട്, 10-12 കിലോമീറ്റർ ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ മുതൽ വീട് വരെ. അപ്പോൾ മിക്ക ദിവസം പുലർച്ചെ വന്ന്
ഒക്കെ പോകുമ്പോൾ എന്തിനാ പഠിക്കാൻ പോകുമ്പോൾ എന്തിനാ തിരുവനന്തപുരത്ത് സമരത്തിന് പോകണേ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്, സ്വാഭാവികമായി ചോദിക്കാറുണ്ട്. പക്ഷെ വീട്ടിൽ നിന്ന് കാര്യമായിട്ടുള്ള എതിർപ്പൊന്നുമില്ല. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഒരു പെൺകുട്ടി ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ പലപ്പോഴും പല ആശങ്കകളും കാണും. കാരണം പ്രത്യേകിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയം ആകുമ്പോഴത്തേക്ക് അവിടെ സമരം, ബഹളം, അടിപിടി, ചിലപ്പോൾ ലാത്തി ചാർജ്, ഇങ്ങനെയുള്ള സംഘർഷഭരിതമായ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. പലപ്പോഴും പെൺകുട്ടികൾ പലരും ഇതിൽ നിന്ന് അകന്നു നിൽക്കുക. പൊതുവേ ഇപ്പോഴത്തെ യുവതലമുറ തന്നെ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ പലർക്കും എന്തോ ഒരു പേടി അല്ലെങ്കിൽ ആശങ്ക, അല്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ ഭാവി തകർക്കുന്ന എന്തോ ആണെന്നുള്ള ഒരു ചിന്ത പലപ്പോഴും യുവതലമുറയിലുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ധൈര്യസമേതം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ഒരു പ്രചോദനവും പ്രേരക ശക്തിയും എങ്ങനെയാണ് ആ ഒരു തോന്നൽ മനസ്സിൽ എന്ന് രാഷ്ട്രീയത്തിൽ സജീവമായേക്കാം എന്നുള്ളത് സ്വാഭാവികമായിട്ട് അറിയാതെ അങ്ങ് വന്നു പെട്ടതാണോ? ഇങ്ങനെ പ്ലാൻ ചെയ്തൊന്നുമല്ല. നമ്മൾ ഒരു കാര്യം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ മുഴുവൻ ഇൻവോൾവഡ് ആയിട്ട് ചെയ്യുന്നൊരു ശീലമാണ്. അപ്പോൾ നമ്മൾ KSUവിൻ്റെ ഒരു യൂണിറ്റ് വൈസ് പ്രസിഡൻ്റ് ഒക്കെ ആയിട്ട് UC-യിൽ ഇരിക്കുമ്പോൾ ഏതെങ്കിലും സമരം സ്റ്റേറ്റ് കമ്മിറ്റി അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ പോകണം, നമ്മുടെ എന്തോ ഉത്തരവാദിത്തമാണ്. കാര്യം നമ്മളവിടെ ചെന്നാലും ഇല്ലെങ്കിലും പരിപാടി നടക്കും. എന്നാലും ഞങ്ങളെല്ലാവരും ട്രെയിനൊക്കെ കയറി ഗുരുവായൂർ ഇന്റർസിറ്റി രാവിലെ പുലർച്ചെ ആലുവയിൽ നിന്ന് പോകും, രാത്രി തിരിച്ചു വരും. അപ്പം അങ്ങനെയൊക്കെ സ്ഥിരം പോകുമ്പോൾ ലീഡർഷിപ്പ് നോട്ടീസ് ചെയ്തിരുന്നു നമ്മളെ. പിന്നെ നമ്മൾ അവിടെ പതുക്കെ യൂണിയൻ തിരിച്ചു പിടിച്ചു. ആലുവ UC കോളേജിൽ യൂണിയൻ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ എറണാകുളത്ത് കോൺഗ്രസിന്റെ നല്ല തട്ടകമാണ്. അപ്പോൾ അവിടുത്തെ യങ് ലീഡർഷിപ്പ്, അവിടുത്തെ MLA-മാരൊക്കെ നല്ല പിന്തുണയായിരുന്നു. അവർക്ക് നേരിട്ട് KSUക്കാർക്ക് ബന്ധപ്പെടാനും സംസാരിക്കാനും ഒക്കെയുള്ള ഒരു ലീഡർഷിപ്പ് സ്പേസ് എറണാകുളം DCC എറണാകുളം ലീഡർഷിപ്പിന് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡിഗ്രി കാലഘട്ടമാണെങ്കിൽ തന്നെ ഈ ലീഡേഴ്സ് നമ്മളെ ഡയറക്റ്റ് സഹായിക്കും. കോളേജിലെ കാര്യങ്ങൾ, നമ്മൾ സമരങ്ങൾക്ക് പോയി വരുമ്പോൾ നമുക്ക് ചെറിയൊരു അറ്റൻഷനും നല്ലതാണ് എന്നൊരു പ്രോത്സാഹനമൊക്കെ കിട്ടിയിരുന്നു ആയിരുന്നു. പിന്നെ PT തോമസ് ആണ് നമ്മളെ ക്യാമ്പസിൽ നിന്ന് കുറച്ചും കൂടി പിക്ക് ചെയ്ത് കുറേ കൂടി ദൂരെയുള്ള പരിപാടികൾക്ക് പോകാനും കാര്യങ്ങളും. ഒരു ക്യാമ്പസിലെ KSUക്കാരിയിൽ നിന്ന് ഒരു രാഷ്ട്രീയ പുറത്തത്തെ ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ എന്നെ ആക്കിയത് PT തോമസ് ആണ്. പിന്നെ അങ്ങനെ പോകുമ്പോൾ മാർക്ക് വേണം, പരീക്ഷകൾ പാസ്സാവണം, ഇത് പഠനത്തിൽ പുറകിലേക്ക് പോകരുതെന്ന് മാത്രമാണ് വീട്ടിൽ നിന്നൊരു നിർദ്ദേശമുള്ളത്. പഠനത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാൻ ഇട വന്നിട്ടുണ്ടോ ഈ സമര രാഷ്ട്രീയം? ഞാൻ ഹിസ്റ്ററിയാണ് സബ്ജക്റ്റ്, അങ്ങനെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. ഇപ്പൊ റിസർച്ച് ചെയ്യുമ്പോൾ കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇരുന്ന് ചെയ്യേണ്ടതാണല്ലോ റിസർച്ച്. അപ്പം എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് അങ്ങനെ കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ 1-2 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് ലൈബ്രറിയോ ആർക്കൈവ്സോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അല്ലാത്തൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഡിസിഷനും നമ്മുടെ വർക്കുമാണ് കാര്യങ്ങൾ ഉള്ളതെന്നാണ് തോന്നുന്നത്. അതായത് ആലുവ UC കോളേജിലെ KSUവിൻ്റെ യൂണിറ്റ് ഭാരവാഹിയായിട്ട് തുടക്കം, ഇപ്പോൾ KSUവിൽ എവിടെ എത്തിക്കഴിഞ്ഞു? ഞാൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആണ് KSU കമ്മിറ്റിയുടെ. അതിനു മുൻപ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു, MG യൂണിവേഴ്സിറ്റി യൂണിയൻ മെമ്പർ ആയിരുന്നു, ആലുവ UC കോളേജിലെ ലേഡി റെപ്പ് ആയിരുന്നു, PGക്ക് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ആനെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന പ്രത്യേകിച്ച് യുവ നേതാക്കൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു അവരുടെ സമുദായത്തിൻ്റെ മതത്തിൻ്റെയൊക്കെ പശ്ചാത്തലം ഉണ്ടെങ്കിൽ പലപ്പോഴും ഒരു മതേതരത്വ സ്വഭാവമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി പലരും എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതങ്ങ് അവഗണിച്ച് കളയും, അല്ലെങ്കിൽ മറച്ചു പോകും, അല്ലെങ്കിൽ അത് പറയാൻ പൊതുസമൂഹത്തിൽ പറയാൻ പലരും മടിക്കും. അവിടെ ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നി. കാരണം പലപ്പോഴും സ്വന്തം മതമായിട്ട് ബന്ധപ്പെട്ട ഐഡൻറ്റിറ്റി പറയുന്നതിലും ഇപ്പം വേണ്ടി വന്നാൽ നിൽക്കേണ്ട കാര്യങ്ങളിൽ താൻ ഏത് സഭാവിഭാഗത്തിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ ഏത് വിശ്വാസത്തിലുള്ളതാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യത്തിൽ തുറന്ന് സപ്പോർട്ട് ചെയ്യാനും മടിച്ചിട്ടില്ല. അതാണ് ആൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടത്, പല രാഷ്ട്രീയക്കാരിലും വ്യത്യസ്തമായിട്ട്. അത് ഏത് രീതിയിലാണ് ആ ഒരു സമീപനത്തിലേക്ക് വന്നത്? അതും അങ്ങനെ പ്ലാൻ ചെയ്ത് ഇതൊന്നല്ല. ഒന്നാമത് ഇപ്പോൾ PT ആയാലും ബ്രൂട്ടലി ഹോണസ്റ്റ് ആയിരിക്കുക. അത് നമ്മൾ ബ്രൂട്ടലി ഹോണസ്റ്റ് ആയിരിക്കുക എന്നുള്ള ഒരു ഡിസ്കഷൻ എപ്പോഴും PT തോമസ് ആയിട്ടാണ്. അപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ സഭയായിട്ട് വിയോജിപ്പുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയോട് ശരിയെന്ന് തോന്നുന്നത് തുറന്നു പറയുക. അപ്പോൾ എന്നോട് എപ്പോഴും ഇപ്പോൾ നീ വിശ്വസിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിനക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ കൂടുതൽ ആ സമയത്ത് കൂടുതൽ യൂത്ത് അല്ലെങ്കിൽ കൂടുതൽ നമ്മളുടെ ഒപ്പം നിൽക്കുന്ന രാഷ്ട്രീയക്കാരെല്ലാം കുറച്ചും കൂടിയും അവരുടെ വിശ്വാസ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് അങ്ങനെ നിൽക്കുന്നത് നിനക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ, നിനക്ക് വിശ്വാസമുണ്ട്, നീ മതേതരവാദിയാണ്, ഭരണഘടനയാണ് നമ്മുടെ അടിത്തറയെങ്കിൽ നമ്മുടെ വിശ്വാസം തുറന്നു പറയുന്നതിലോ നമ്മൾ വിശ്വാസിയാണെന്ന് പുറത്ത് കാണിക്കുന്നതിലൊന്നും ഒരു തെറ്റില്ല. ട്രെൻഡ് ഔട്ടൊക്കെ അത് ഓരോരുത്തരും നിർണ്ണയിക്കുന്ന കാര്യമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത ശൈലിയുടെ ഭാഗമാണ്. നമ്മൾ ചെറുപ്പം മുതലേ
വളർന്ന് അത് ശീലിച്ചു വന്നതാണ്. 3 പേരും ഒരേപോലെയാണെങ്കിലും എൻ്റെ ചേച്ചി ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ വിശ്വാസം ഇല്ലാത്ത അല്ലെങ്കിൽ അത് ഭയങ്കരമായി ഫോളോ ചെയ്യാത്തൊരു സ്റ്റേജിലേക്ക് വന്നു. പക്ഷേ ഞാനും ബ്രദറും കുറേ കൂടി വിശ്വാസത്തിലേക്ക് അടുക്കാണ്. അത് ഓരോ വ്യക്തികളുടെ താല്പര്യമാണ്. ഞങ്ങൾ ഒരേ വീട്ടിൽ നിന്നുള്ളവരാണ്, പക്ഷെ പല ഗ്രേഡിലാണ്, പല ഇന്റൻസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും സ്പിരിച്വൽ ലൈഫ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ശക്തിയും കംഫർട്ടുമാണ് എൻ്റെ വിശ്വാസം എന്നുള്ളത്. എനിക്ക് ഒരിക്കലും അത് പ്രകടിപ്പിക്കുമ്പോൾ എൻ്റെ സഹപ്രവർത്തകരിൽ നിന്നൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ കാസർഗോഡ് പോയാലും മലപ്പുറത്ത് പോയാലും തിരുവനന്തപുരത്ത് പോയാലും ഞായറാഴ്ച ദിവസമാണെങ്കിൽ ആ പ്രോഗ്രാം തീരാറാവുമ്പോൾ ചേച്ചിക്ക് കുർബാനയ്ക്ക് പോണ്ടേ എന്ന് പറഞ്ഞ് എന്നെ ഡ്രോപ്പ് ചെയ്യുന്നതും പിക്ക് ചെയ്യുന്നതും അതിന് സൗകര്യം ഒരുക്കുന്നതൊക്കെ മറ്റു മതസ്ഥപ്പെട്ട സഹപ്രവർത്തകരായിരിക്കും. അപ്പം എനിക്കതൊരു സ്പെഷ്യലായിട്ടൊന്നും തോന്നിയില്ല. നമ്മളെന്താണ് നമ്മളുടെ വിശ്വാസമോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലോ ഭരണഘടനയ്ക്ക് വിരുദ്ധോ നമ്മുടെ ചുറ്റുമുള്ള സഹജീവികൾക്ക് ബുദ്ധിമുട്ടോ ഉണ്ടാക്കുന്നില്ലെങ്കിൽ അത് ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് വെച്ച് പോവുക, അത്രയേ ഉള്ളൂ. നാച്ചുറൽ. ഓക്കെ, മറ്റൊരു കാര്യം ചോദിക്കാം. പലപ്പോഴും ഈ ആത്മീയ രംഗത്ത് നിന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നവർ കുറവാണ്. പലപ്പോഴും രാഷ്ട്രീയ രംഗത്ത് നിന്ന് ആത്മീയ രംഗത്തേക്ക് പോകുന്നവർ പലപ്പോഴും ഉണ്ട്. ഇപ്പോൾ കാപ്പിപ്പൊടി അച്ഛനൊക്കെ സജീവ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നവരാണ്. അപ്പോൾ അദ്ദേഹം ആത്മീയ രംഗത്തേക്ക് പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആത്മീയ രംഗത്ത് വളരെ സജീവമായിരുന്ന ഒരാളാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് KCYM-ൻ്റെ സജീവ പ്രവർത്തകയായിരുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് ജീസസ് യൂത്ത് എന്ന പ്രസ്ഥാനത്തിൻ്റെ വലിയ പ്രവർത്തകയായിരുന്നു. ഏറെക്കാലം അതിനൊപ്പം വലിയ ദൗത്യങ്ങളൊക്കെ ഏറ്റെടുത്തയാളാണ്. അപ്പം ആത്മീയതയിൽ നിന്ന് സ്പിരിച്വാലിറ്റിയിൽ നിന്ന് ഈ ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള മാറ്റം അതിനെ എങ്ങനെ കാണുന്നു? അല്ല, നമ്മൾ ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിലാണെങ്കിലും നിങ്ങളുടെ വിളിക്കനുസരിച്ച് ജീവിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ +2 കഴിഞ്ഞ് നാളെ മുതൽ ഞാൻ രാഷ്ട്രീയക്കാരി ആയേക്കാം എന്ന് പറഞ്ഞ് വന്നതല്ലല്ലോ. ഞാൻ അവിടെ ആലുവ UC കോളേജിൽ ബിബ്ലിക്കൽ ആർക്കിയോളജിസ്റ്റ് ആവണം എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ ഡിഗ്രി അപ്പോൾ അവിടുത്തെ സാഹചര്യത്തിൽ നമ്മൾ ചെറിയ രീതിയിലൊക്കെ പൊളിറ്റിക്സിൽ ആക്റ്റീവായി, യൂണിയൻ മെമ്പറായി, അങ്ങനെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയതാണ്. അപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന വിളി അത് ടീച്ചറായിരിക്കാം, ഹൗസ് വൈഫായിരിക്കാം, മറ്റു ജോലിയായിരിക്കാം, പൊളിറ്റിക്സ് ആയിരിക്കാം, ഏത് തന്നെ ആയാലും അതിൽ നമ്മളുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് സ്പിരിച്വലി നമുക്ക് കിട്ടിയ മോറൽ വാല്യൂസ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിൽ? ഞാൻ ഇവിടെ KCYM-ലും ജീസസ് യൂത്തിലും എൻ്റെ ഒരു ടീനേജ് കൗമാര കാലഘട്ടത്തിൽ വളരെ ആക്റ്റീവായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എൻ്റെ സ്റ്റേജ് ഫിയർ കാര്യങ്ങളൊക്കെ മാറിയത് കാറ്റിസം ക്ലാസ്സും GC യൂത്തിൻ്റെ പ്ലാറ്റ്ഫോംസും ഒക്കെയാണ്. രൂപതയിലെ കാര്യങ്ങളൊക്കെ ഒരു വലിയ ക്രൗഡിനെ ഫേസ് ചെയ്യുക, അപ്പോൾ ഒരു ടീനേജ് മുതലേ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതൊക്കെ കിട്ടിയത് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് സ്റ്റേജ് ഫിയർ ഒക്കെ മാറിയിട്ടാണ് ഞാൻ കോളേജിലേക്ക് എത്തുന്നത്. അപ്പോൾ അതെന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ KSUവിന് ഒരു ബേസ് ഇല്ലെങ്കിലും ആ ഒരു 10,000-2000 കുട്ടികളിലേക്ക് ഓടിയെത്താനും ക്രൗഡ് ആദ്യത്തെ സമരം നമ്മൾ വിളിക്കുന്നത് ആദ്യത്തെ പ്രസംഗമൊക്കെ കുറെ കൂടി വലിയ തലയിറങ്ങി വീഴാതെയൊക്കെ പോയത് എനിക്ക് തോന്നുന്നു സ്റ്റേജ് ഫിയർ മുന്നേ മാറിയത് കൊണ്ടാണ്. അപ്പോൾ ജീസസ് യൂത്തിൻ്റെ പാട്ന, രൂപത, മൊക്കാമ, അതുപോലെ വട്ടവട മേഖലയിലൊക്കെ GC യൂത്തിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. KCYM-ൻ്റെ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കൊരു സ്റ്റേജ് ഫിയർ മാറാനും ഒരു ആത്മവിശ്വാസം തന്നിട്ടുണ്ട്. എന്താ പറയുക, നമ്മുടെ ഒരു ബേസ് അത് തന്നെയാണ്. നമ്മുടെ ഒരു ബേസ് സ്ട്രക്ചർ അതുമ്മ നിന്നിട്ടാണ് പിന്നീട് കോളേജിലേക്ക് വരുന്നതല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ പ്രതിപക്ഷ നിരയിലായിരുന്നത് കൊണ്ട് ഒത്തിരി സമരങ്ങളും കാര്യങ്ങൾക്കും ഒക്കെ പലയിടത്തും പോയിട്ടുണ്ട്. അപ്പോൾ സമരങ്ങൾ പലപ്പോഴും സംഘർഷഭരിതമാവുകയും ചിലപ്പോൾ അടിപിടിയൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും പേടി തോന്നിയിട്ടുണ്ടോ? ഞാൻ സമരത്തിന് ഇപ്പോൾ തിരുവനന്തപുരത്ത് പോകുന്നു, അവിടെ ലാത്തിച്ചാർജ് ഉണ്ടാകും, എനിക്ക് ഇനി അടി കിട്ടും, അല്ലെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ള ആശങ്ക തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിക്ക് പേടി എന്ന് പറഞ്ഞാൽ ഗ്രനേഡ് അല്ലെങ്കിൽ കണ്ണീർവാതകം അങ്ങനത്തെ ഇതൊക്കെ സ്വാഭാവികമായി ഭയങ്കര ആരോഗ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു ശ്വാസം ഗ്രനേഡൊക്കെ അത് കഴിയുമ്പോൾ ശ്വാസം വലിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് അങ്ങനെ ഞാൻ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ആളൊന്നല്ല. ഒരു സമരം കഴിയുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ റിമാൻഡിൽ പോകും ജയിലിൽ പോകും എന്ന് വിചാരിക്കുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഒന്നും സംഭവിക്കാതെ തിരിച്ചു പോകും. കണ്ണൂരൊക്കെ ഒരു ഇതിൽ ഉറപ്പായിട്ടും റിമാൻഡിൽ പോകുന്ന ഒരു കേസൊക്കെ ആയിരുന്നു, വകുപ്പുകളൊക്കെ ആയിരുന്നു. പക്ഷെ അത് അന്ന് ക്രിസ്മസിന്റെ ഡിസംബർ 24 കോടതിയിൽ വിളിച്ചത്. പക്ഷെ അന്ന് ഉറപ്പായിട്ട് റിമാൻഡിൽ പോകുന്നൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിൽ പറഞ്ഞ് ഡ്രസ്സൊക്കെ കൊണ്ടാണ് കണ്ണൂര് പോയത്. പക്ഷെ അന്ന് റിമാൻഡിൽ പോയില്ല. പക്ഷെ ചെറിയൊരു സമരമായിട്ട് എറണാകുളത്ത് പോയി ഇപ്പൊ തിരിച്ചു വരാന്ന് വിചാരിച്ച് വേറെ എന്തോ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടാ വന്നേ, ഓടി സമരത്തിന് വന്നേ. പക്ഷെ അന്ന് റിമാൻഡിൽ പോയി
3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് 3 ദിവസം കഴിഞ്ഞാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ ലീഡർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്, സഹപ്രവർത്തകർ സപ്പോർട്ട് ഉണ്ട്. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. നമ്മൾ സമരം ചെയ്തും ജയിലിൽ പോയിട്ടൊക്കെ തന്നെയാണല്ലോ എല്ലാവരും കാര്യങ്ങളൊക്കെ നേടിയെടുത്തതും അവകാശങ്ങൾ നേടിയെടുത്തത്. അപ്പൊ അത് ഇതിന്റെ ഭാഗമാണ്. എനിക്ക് ഭയങ്കരമായ വലിയ പരിക്കുകളോ അങ്ങനെയോ, പക്ഷെ എത്രയോ വലിയ രീതിയിൽ അവരുടെ ഭാവിയെ ബാധിക്കുന്ന രീതിയിൽ പരിക്കുകളൊക്കെ ഇതിന്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പറ്റി ഒരുപാട് സഹപ്രവർത്തകർ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ എനിക്ക് ചെറിയ രീതിയിലുള്ള ഒരാഴ്ച റെസ്റ്റ് ചെയ്താൽ മാറുന്ന പൊട്ടലും മുറിവുകളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ വലിയ ശാരീരികമായിട്ട് വലിയ അപകടങ്ങളൊന്നും സമരത്തിൽ അങ്ങനെ പറ്റിയിട്ടില്ല. ഒരു 2-3 ദിവസത്തെ വേദനയും മുറിവൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ. വീട്ടുകാർ വല്ലതും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ മുറിവൊക്കെ ഏറ്റ്? മമ്മിക്ക് ഭയങ്കര പേടിയാണ്. മമ്മിക്ക് ഇങ്ങനെ ഈ ഗ്രാനേഡോ ഇതൊക്കെ നമ്മുടെ മേത്ത് വീഴോ പൊട്ടോ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയൂലോ. മമ്മി ഇങ്ങനെ പള്ളിയിലും സ്കൂളിലെ ഒരു കോൺവെന്റ് സ്കൂളിലെ ടീച്ചറാ. അപ്പൊ അവരൊക്കെ ഇങ്ങനെ പേടിപ്പിക്കും. സമരമൊക്കെ ലൈവ് കാണിച്ച് ഇങ്ങനെ പേടിപ്പിക്കും, എന്തെങ്കിലും പറ്റുമോ, ആശങ്കയുണ്ടെന്നൊക്കെ പറയും. ഓക്കെ. അപ്പം മറ്റൊരു കാര്യം, ഈ പെൺകുട്ടികൾക്കിടയിലാണോ കൂടുതൽ പ്രവർത്തിക്കുന്നത് ഈ രാഷ്ട്രീയപരമായിട്ട്, അതോ പെൺകുട്ടികളിൽ? ഒരിക്കലും ഇല്ല. അങ്ങനെ മീൻസ് എല്ലാവരുടെയും ഇടയിലാണ്. പിന്നെ സ്വാഭാവികമായി ഇതിന്റെ വനിതാ വിങ്ങുകളുടെ ആക്ടിവിറ്റീസിന് ഞാനൊരു വനിതാ വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ട് എന്നെ ആയിരിക്കും കൂടുതൽ വിളിക്കുന്നത്. അപ്പോൾ ഒരു ലേഡി അല്ലെങ്കിൽ വനിത എന്നൊരു വിങ്ങിലേക്ക് മാത്രം ചുരുങ്ങരുതെന്നും നമുക്ക് ലീഡർഷിപ്പ് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ ആയാലും PT ആയാലും നമ്മളെപ്പോഴും അത് റിമൈൻഡ് ചെയ്യാറുണ്ട്. നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ വളരെ എന്താ പറയാ, വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് നമ്മളെ തന്നെ ചതിക്കരുത്. കൂടുതൽ ഉയരത്തിൽ ജനറലായിട്ട് തന്നെ നമ്മൾ പറന്നുയരണം എന്നൊക്കെ ഇവര് വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ആൾക്കാരാണ് ഷാനിത്യം ബാക്കിയുള്ളവരൊക്കെ. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ വളരണം, എനിക്ക് അധികാരം കിട്ടണം, എനിക്ക് സ്ഥാനങ്ങൾ കിട്ടണം, അങ്ങനെയുള്ള ഒരു ചിന്ത കൂടുതൽ വേരൂന്നിയ ഒരു മേഖലയാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണല്ലോ നേതാക്കളും അവരുടെ ഗ്രൂപ്പുകളും എല്ലാം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അതിനുള്ള സ്പേസ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്? അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിനോട് ചേർന്ന് നിർന്നാൽ മാത്രമാണോ നമുക്ക് രാഷ്ട്രീയത്തിൽ വളരാൻ കഴിയുന്നത്? ഏതെങ്കിലും ഈ നേതാക്കളുടെ ആളായി മാറിയെങ്കിൽ രാഷ്ട്രീയത്തിൽ രക്ഷപ്പെടുന്ന ഒരു ചിന്ത പൊതുവേ ഉണ്ട്. അത് സത്യമാണോ? അല്ല, ഗ്രൂപ്പ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു സ്വാഭാവികമായിട്ട്, ഇപ്പം നിങ്ങളൊരു മീഡിയ വിങ് ആയാലും ബിസിനസ് ആയാലും ഫിലിം ഫീൽഡ് ആയാലും നമ്മൾ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു ടാലൻറ്റ് എന്നതിനപ്പുറം ഒരു ടീമായിട്ട് ഒരുപാട് ഒരുപാട് മനുഷ്യരുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ പല പല ഗ്രൂപ്പുകൾ നാച്ചുറലി എല്ലാത്തിലും ഫോം ചെയ്യും. അത് സിനിമാ മേഖലയിലും ബിസിനസ് മേഖലയിലും ഒക്കെ ഓരോ ഗ്രൂപ്പ് പൊളിറ്റിക്സുകളുണ്ട്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിലായാലും എല്ലാ പാർട്ടികളിലും കോൺഗ്രസിലും ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു നേതാവുമായി ബന്ധപ്പെട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷേ ആത്യന്തികമായി വ്യക്തിപരമായിട്ടൊരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് ഒരുപാട് നാൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൺസിസ്റ്റൻസിയാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയാണ്. ഈ രാഷ്ട്രീയത്തിൽ ഇപ്പം ആൾക്കാരുടെ അപവാദ പ്രചരണങ്ങളും അങ്ങനെയൊക്കെ സജീവമായിരിക്കുന്ന ഒരു കാലമാണല്ലോ. അപ്പം രാഷ്ട്രീയത്തിൽ ഞാൻ കംഫർട്ടാണ് എന്ന് തോന്നി എവിടെ എന്തെങ്കിലും അതിനൊരു പോരായ്മ ഉള്ളതായിട്ട് ഏതെങ്കിലും സമയത്ത് തോന്നിയിട്ടുണ്ടോ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയ്ക്ക്? രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇടയ്ക്ക് ഇപ്പം നമ്മൾ കോളേജിലെ ഇലക്ഷൻ സമയത്ത് സ്വാഭാവികമായി നമ്മൾ ഒരേ ലക്ഷ്യത്തിലേക്ക്, ഇപ്പം നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് പൊളിറ്റിക്സ് ആയാലും ഇനിയിപ്പോൾ കോളേജ് ഇലക്ഷൻ ആയാലും ഒരേ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഒന്നിലധികം പേര് ഓടുമ്പോൾ പല രീതിയിലായിരിക്കും എതിർപ്പുകൾ പലരും പ്രകടിപ്പിക്കുക. അപ്പോൾ കോളേജ് ഇലക്ഷൻ, ആ ഇലക്ഷൻ്റെ സമയത്ത് അവരെന്തെങ്കിലുമൊക്കെ അപവാദമോ അല്ലെങ്കിൽ നെഗറ്റീവോ അങ്ങനെ ആ കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ നമ്മൾ അത് എനിക്ക് തോന്നുന്നു 1 മാസം കഴിയുമ്പോൾ അവർ തന്നെയായിരിക്കും നമ്മളുടെ സുഹൃത്തുക്കളായിട്ട് വരാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളുടെ ഐഡൻറ്റിറ്റിയിൽ വിശ്വസിച്ച് നിൽക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് തോന്നിയത്, ഇപ്പം എനിക്ക് ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഒരു പ്രാധാന്യം പാർട്ടി തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരു പോസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പ്രസിഡന്റിൻ്റെ ഒപ്പം തന്നെയാണ് 2 വൈസ് പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചത്. എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ നോമിനേഷൻ പ്രൊസീജിയറായിട്ടോ കോൺഗ്രസ്സിൽ ഒരു ലേഡി വൈസ് പ്രസിഡന്റിനെ ഒപ്പം പ്ലേസ് ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പം ആ ഒരു പ്രാധാന്യം എനിക്ക് ലീഡർഷിപ്പ് തന്നിട്ടുണ്ടെങ്കിൽ നാളെ എൻ്റെ പുറകിൽ വരുന്ന ജനറേഷന് നിർബന്ധമായി പ്രസിഡന്റിൻ്റെ ഒപ്പം 1-2 വൈസ് പ്രസിഡന്റുമാരെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു ലേഡി വേണം എന്ന് ഞാൻ എൻ്റെ പ്രവർത്തനത്തിലൂടെ അത് ഉറപ്പുവരുത്തണം. ഞാൻ നന്നായി പെർഫോം ചെയ്യാതെ നല്ല രീതിയിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് എല്ലാ തരത്തിലും ഉയരാതിരുന്നാൽ ചിലപ്പോൾ
ഇനി അതുണ്ടായി ഉണ്ടാകില്ല. അപ്പൊ അതിൻ്റെ ഇതിൽ ഞാൻ കുറച്ച് കെയർഫുള്ളാണ്. ഞാൻ ഇങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാര്യം അല്ലെങ്കിൽ നമ്മൾ സെൽഫ് കോൺഫിഡൻസ് എന്ന് മാത്രമല്ല കുറേ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കാറുണ്ട്. അതെനിക്ക് വേറെ വ്യക്തിപരമായി എൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടല്ല. എൻ്റെ പുറകെ വരുന്ന പെൺകുട്ടികൾക്ക് കൂടുതൽ ഉയരങ്ങളിലുള്ള പോസ്റ്റിലെത്താനും അല്ലെങ്കിൽ എൻ്റെ ഒപ്പമുള്ള പോസ്റ്റിലേക്ക് വളരെ ഈസി ആയിട്ട് പെൺകുട്ടികൾ കടന്നു വരേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതുകൊണ്ട് ഈ പെൺകുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഈ രാഷ്ട്രീയത്തെ പേടിച്ച് മാറി നിൽക്കുകയും ആൺകുട്ടികൾ തന്നെ പേടിച്ച് മാറി നിൽക്കുന്നു. ഇപ്പോൾ പുതിയ നല്ല ആൾക്കാരെയൊന്നും രാഷ്ട്രീയത്തിലേക്ക് കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ പരാതികൾ പൊതുവേ ഉണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. അപ്പോൾ അവരെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ ഈ മടിച്ചു നിൽക്കുന്നവരോട് എന്താണ് ആനിന് പറയാനുള്ളത്? രാഷ്ട്രീയത്തിലേക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചും കൂടിയും ഇപ്പോൾ പരമ്പരാഗത സിസ്റ്റം അല്ലാതെ കുറച്ചും കൂടിയും രാഷ്ട്രീയവും ഭരണകൂടത്തോടുള്ള എതിർപ്പൊക്കെ തുറന്ന് പറയുന്ന ഒരു ജനറേഷനാണ് ജെൻസി അല്ലെങ്കിൽ ജെൻ ആൽഫ. അവരൊക്കെ കുറച്ചും കൂടിയും ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയും അവർ അല്ലാത്ത മൂവ്മെന്റ്സ് ആയാലും കൃത്യമായിട്ട് ഇപ്പൊ ഈ LDFനെതിരെയുള്ള വികാരം ഇൻസ്റ്റാഗ്രാമിലാണ് ഏറ്റവും ആദ്യം പ്രകടമായി തുടങ്ങിയത് 2 കൊല്ലം മുന്നേ. അതുപോലെ തന്നെ BJPക്കെതിരെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി പോലെയുള്ള കാര്യങ്ങൾ രാജ്യം ഏറ്റെടുക്കുന്നത് ആദ്യം ഈ പറയുന്ന ജെൻസി യൂത്താണ് അതിനെ ഏറ്റെടുത്ത് ഒരു ഇതാവുന്നത്. ഭാരത് ജോഡോ ആയാലും വോട്ട് ചോരി ആയാലും. അപ്പോൾ യൂത്ത് കൃത്യമായിട്ട് രാഷ്ട്രീയം കൂടുതൽ ശക്തിയോടെ ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ പരമ്പരാഗത സിസ്റ്റംസ് അവരെ അക്കമഡേറ്റ് ചെയ്യാൻ മാത്രം അപ്ഡേറ്റഡ് ആവണമെന്ന ഒരു മാറ്റം മാത്രമാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ മൂവ്മെന്റ്സും വേവുകളും ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി ആയാലും ആ വേവുകള് നിലനിന്ന് പോവാനായിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ട് ആശയപരമായ അടിത്തറയുള്ള പാർട്ടികൾ അല്ലെങ്കിൽ സിസ്റ്റംസ് അനിവാര്യമാണ്. അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ കാണുന്ന പോലെ യുവാക്കളുടെ അഭിപ്രായങ്ങൾ ഉയർന്നു വരും, പക്ഷെ അത് പെട്ടെന്ന് തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റാതെ വിചാരിച്ച മാറ്റങ്ങൾ വരാതെ അത് താഴ്ന്നു പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതാണ് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം. അപ്പോൾ ധൈര്യപൂർവ്വം വരെ കുറേ കൂടി സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് ഉള്ള കാരണം ഒരു ജെൻഡർ ഇക്വാലിറ്റിയും അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും രാഷ്ട്രീയ മേഖലകൾ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പാർട്ടിയിൽ ബിന്ദു കൃഷ്ണ അല്ലെങ്കിൽ ഷാനി മോൾസ്മാനൊക്കെ ആയിട്ട് പേഴ്സണലായി സംസാരിക്കുമ്പോൾ അവരുടെ പരിമിതികൾ ആ കാലഘട്ടത്തിൽ എല്ലാ പാർട്ടിയിലെ വനിതകൾ അനുഭവിച്ചിരുന്ന ഒരുപാട് പരിമിതികളൊന്നും ഇന്ന് ഒരു പാർട്ടിയിലും ഇല്ല. അപ്പം അതുകൊണ്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് ഈ കാലഘട്ടം നമുക്ക് തരുന്ന അഡ്വാൻറ്റേജ് മാക്സിമം യൂസ് ചെയ്ത് ഡിസിഷൻ മേക്കിംഗ് പോയിന്റിലേക്ക് സ്ത്രീകൾ എത്തണം. കേരള രാഷ്ട്രീയത്തിൽ ഡിസിഷൻ മേക്കിംഗ് പോയിന്റിലേക്ക് ഒന്നും സ്ത്രീകൾ എത്തിയിട്ടില്ല. നമ്മൾ പുറത്തിങ്ങനെ പറയുമ്പോൾ വനിതാ മുഖ്യമന്ത്രി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകാന്നുള്ളൂ. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് പോയിന്റിലേക്ക് എത്താൻ മാത്രം ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഗ്രൗണ്ട് പൊളിറ്റിക്സിൽ നിന്ന് തന്നെ വനിതകൾ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് റിയൽ വുമൺ എംപവർമെന്റ് പൊളിറ്റിക്സിൽ സംഭവിക്കുക. ഈ അടുത്തകാലത്ത് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പോൾ 10 വർഷമായിട്ട് നിങ്ങളുടെ പാർട്ടി ഭരണത്തിലില്ലായിരുന്നല്ലോ. അപ്പോൾ ഭരണത്തിലില്ലായിരുന്ന ആ 10 വർഷം കൊണ്ടാണ് ഒരുപക്ഷെ നല്ല ലീഡേഴ്സ് നിങ്ങളുടെ പ്രത്യേകിച്ച് KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നല്ല ലീഡേഴ്സ് പെട്ടെന്ന് ഉയർന്ന് വന്നത്. അതേസമയം എല്ലാ കാലത്തും നല്ലൊരു യുവനേതാക്കളെ സംഭാവന ചെയ്തിരുന്ന DYFI പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് അങ്ങനെ അത്രയും വലിയൊരു നേതൃനിരയെ കേരളത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഒരുപക്ഷെ അവർക്ക് സമരത്തിനുള്ള സാധ്യതകളില്ല. സമരങ്ങളാണോ നേതാക്കളെ വളർത്തിയെടുക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്? സമരങ്ങളല്ല, സമരം ചെയ്താലാണ് നേതാക്കൾ യുവതാരങ്ങൾ ഉണ്ടാവുള്ളൂ. ഇപ്പം ഇതിൽ എനിക്ക് തോന്നുന്നു ഈ 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ വളരെ ഡയറക്റ്റായിട്ട് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നയങ്ങൾ സ്വീകരിക്കുമ്പോൾ ഒരു പ്രസ്താവന കൊണ്ട് തന്നെ അതിനെ എതിർക്കാൻ അവരവരുടെ യുവജന കൂട്ടായ്മകൾക്ക് നേതാക്കൾക്ക് പറ്റുന്നില്ലെങ്കിൽ ജനം അവരിൽ നിന്ന് അകലും. എനിക്ക് തോന്നുന്നു നേതൃത്വത്തെ ചോദ്യം ചെയ്യാനായിട്ട് ഭയമില്ലാത്ത ഒരു വിഷയങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഭരണപക്ഷമാണ് എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം വരാതെ അതിനെതിരെ പ്രസ്താവനകൾ കൊടുക്കാനും നേതൃത്വത്തെ തിരുത്താൻ കൂടി ഈ പറയുന്ന യുവജന സംഘടനകൾ നിന്നിരുന്നെങ്കിൽ അവരിൽ നിന്നും നല്ല തിളക്കമാർന്ന ജനങ്ങളെ ഏറ്റെടുക്കുന്ന യുവ നേതാക്കൾ വന്നേനെ. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ നമ്മൾ ഭരിക്കുമ്പോൾ പോലും അതിൽ തെറ്റുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ ഇന്നലെയും കൂടിയും പറഞ്ഞോളൂ, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് ഞങ്ങൾ കൂടെയുള്ളവരെല്ലാവരും ചെന്ന് ഈ ആഴ്ചയിൽ ഒരിക്കൽ കളർ ഡ്രസ്സ് ആക്കണമെന്ന് പറഞ്ഞതിനോട് വ്യക്തിപരമായിട്ട് KSUവിലും ഒക്കെ വിയോജിപ്പുണ്ട്.
കാരണം ഓണത്തിനും ക്രിസ്മസിനും തന്നെ കളർ ഡ്രസ്സ് ഇടാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികളെ നമുക്കറിയാം. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ കളർ ഡ്രസ്സ്, യൂണിഫോം എന്ന് പറഞ്ഞ സിസ്റ്റം തന്നെ കൊണ്ടുവരുമെന്ന് ഈ തുല്യത കൊണ്ടുവരാനും ആ ഡിഫറൻസ് കുട്ടികളുടെ മനസ്സിൽ ഫീൽ ചെയ്യാതിരിക്കാനും അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള വ്യത്യാസം അവരുടെ ഡ്രസ് കോഡിൽ ഫീൽ ചെയ്യാതിരിക്കാനാണ് യൂണിഫോം എന്നുള്ളത്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ കളർ ഡ്രസ്സ് കൊണ്ടുവരണം എന്നുള്ള UDF ഗവൺമെന്റിന്റെ തീരുമാനത്തെ തന്നെ നമുക്ക് കൂടുതൽ പേർക്ക് എതിർപ്പുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ എതിർക്കുമ്പോൾ നമ്മുടെ സർക്കാരിന്റെ ഭംഗിയോ KSUവിന്റെ ഭംഗിയോ ഞാനെന്ന രാഷ്ട്രീയത്തിലുള്ള വ്യക്തിയുടെ ഭംഗിയോ കുറയുകയല്ലല്ലോ, അത് കൂടുതൽ ഭംഗിയാവാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിലെ പ്രസ്ഥാനങ്ങളെ തന്നെ ഭരണപക്ഷത്തോട് മാത്രം ചേർന്ന് നിന്ന പല ഘടകകക്ഷികളും എത്ര പെട്ടെന്നാണ് താഴെ പോയത്. പക്ഷെ ഒരു 5 കൊല്ലം 10 കൊല്ലം പ്രതിപക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ ധൈര്യം കാണിച്ച ഘടകകക്ഷികൾ അവർക്ക് അർഹിച്ചേക്കാൾ കൂടുതൽ വിജയം ജനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ പ്രതിപക്ഷമായിരിക്കുന്നത് ഒരിക്കലും അതൊരു പരാജയമല്ല, അതും ഒരു പോരാട്ടമാണ് എന്ന് മനസ്സിലാക്കാത്തവരാണ് താഴെ പോയിട്ടുള്ളത്. അപ്പോൾ 10 വർഷത്തെ സമരം കൊണ്ട് മാത്രമല്ല കോൺഗ്രസിലെ യുവാക്കള് ഉയർന്നു വന്നേണ്. ഏത് കാലഘട്ടത്തിലും ഭരണകൂടത്തെ ചോദ്യം ചെയ്യാനും ജനങ്ങളോടൊപ്പം നിൽക്കാനുള്ള നിലപാട് പ്രകടിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസിന് ഒരു യുവനിര ഉയർന്നു വന്നത്. ഈ പാർട്ടിയിൽ നമ്മൾ പറയുമ്പോൾ, അതായത് നമുക്ക് അങ്ങനെ നേതാക്കളുടെ നിലപാടുകളെ വിമർശിക്കാനും എതിർത്ത് പറയാനുള്ള സ്പേസ് കിട്ടാറുണ്ടോ പാർട്ടി മീറ്റിങ്ങുകളിൽ? പാർട്ടി പുറത്തു ഞങ്ങളുടെ എൻ്റെ അറിവിൽ ഞങ്ങളുടെ സിസ്റ്റത്തിൽ അത് കിട്ടാറുണ്ട്. ഉണ്ട്, കുറച്ച് കൂടുതലാണ് വിമർശനം കുറച്ച് കൂടുതലായിട്ട് നമുക്ക് പറയാനുള്ള അവസരമുണ്ട് പാർട്ടിക്കുള്ളിൽ. പാർട്ടിക്കുള്ളിൽ ഉറപ്പായിട്ടും പറയാം. കമ്മിറ്റികളിലുള്ളിലൊക്കെ വിയോജിപ്പുകളൊക്കെ എല്ലാവരും നല്ല ശക്തമായിട്ട് ഓരോ ജില്ലാ കമ്മിറ്റിയിലുള്ള പ്രശ്നങ്ങൾ പോലും അവർ സ്റ്റേറ്റ് കമ്മിറ്റി വന്നിട്ട് ശക്തമായിട്ട് പറയും. ഈ യൂണിഫോമിന്റെ പ്രശ്നം പറഞ്ഞപ്പോഴേ അതൊരു സുരക്ഷാ പ്രശ്നം കൂടെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ചിലരൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് പലപ്പോഴും കുട്ടികൾ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് പല സ്ഥലത്തും കറങ്ങാനും, ഇപ്പം ഈ മയക്കുമരുന്ന് റാക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് വളച്ചെടുത്ത് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ പലപ്പോഴും പലർക്കും കുട്ടികളെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ യൂണിഫോം എന്ന് പറയുന്നത്. അപ്പം കളർ ഡ്രസ് ഇട്ട് വന്നാൽ ഒരുപക്ഷെ നമുക്ക് അതിനുള്ള ഒരു സാധ്യത കുറയുകയും കൂടെ ചെയ്യും. അങ്ങനെ ഒരു സുരക്ഷാ പ്രശ്നം കൂടെ അതൊരു കാരണമായിരിക്കാം. പക്ഷേ യൂണിഫോം ഇട്ടിട്ട് തന്നെ ലഹരി മാഫിയകൾ വലിയ രീതിയിലാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത്രയും കണക്കുകളൊക്കെ ഉയർന്ന തോതിലാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ആഭ്യന്തരമന്ത്രി ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള പ്രൊജക്റ്റുമായി വന്നതും അത് ശക്തമായിട്ട് ആരംഭിച്ചിരിക്കുന്നതും. അപ്പോൾ യൂണിഫോമും കളർ ഡ്രസ്സും ലഹരി മാഫിയകളായിട്ട് തടയാൻ പറ്റുന്നത് ചെറിയ പരിധി വരെയായിരിക്കും. അത് കറക്റ്റ് ഈ പറയുന്ന എക്സൈസ് അല്ലെങ്കിൽ ആ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതിശക്തമായിട്ട് പ്രവർത്തിക്കുക, ബോധവൽക്കരണവും നിയമ നടപടികൾ സ്ട്രോങ് ആക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ അതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റൂന്നുള്ള ഈ റാക്കറ്റുകളുടെ ധാരണയെ പൊളിച്ചെഴുതി കൊടുക്കുക. അതായിരിക്കും ലഹരി മാഫിയകളെ തടയാനുള്ളത്. ഞാൻ യൂണിഫോമിന്റെ കാര്യം പറഞ്ഞത് എല്ലാ ആഴ്ചയും കളർ ഡ്രസ്സ് ഇടാൻ കംഫർട്ടബിളായി കളർ ഡ്രസ്സ് ഇട്ട് സന്തോഷത്തോടെ വരാൻ പറ്റുന്ന സാഹചര്യം കേരളത്തിലെ ഭൂരിഭാഗം വീടുകളിലും സ്കൂളുകളിലും ആയിട്ടില്ല എന്നുള്ളത് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ബർത്ത്ഡേക്കും ഓണത്തിനും ക്രിസ്മസിനൊക്കെയാണ് നമ്മൾ കളർ ഡ്രസ്സ് ഇട്ടിരുന്നത്. അത് തന്നെ ഒരാഴ്ച മുന്നേ ടെൻഷൻ അടിച്ച് ആലോചിച്ചൊക്കെ ഡ്രസ്സ് മേടിക്കുന്ന എത്രയോ വീടുകളുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ കളർ ഡ്രസ്സ് ഉപയോഗിക്കുക, യൂണിഫോം ഒഴിവാക്കുക എന്നുള്ളത് ഒരു ഉചിതമായ നടപടിയായിട്ട് നമ്മൾ തോന്നുന്നില്ല. നമ്മുടെ ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖല, പൊതുവിദ്യാഭ്യാസ മേഖല ഈ തൊലിപ്പുറമേയുള്ള കാര്യങ്ങൾ കൊണ്ട് മടുത്തിരിക്കുകയാണ് 10 വർഷമായിട്ട്. അപ്പോൾ ഒരുപാട് ആഴത്തിലുള്ള മാറ്റങ്ങളും പരിവർത്തനങ്ങളും സംഭവിക്കേണ്ട സമയത്ത് ഇതൊരു അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. അതിന് പകരം കുട്ടികൾക്കും മാതാപിതാക്കൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുള്ളൂ കളർ ഡ്രസ്സ് എന്നുള്ളത്. ഈ സർക്കാർ സ്ത്രീകൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച സമയത്ത് ചില വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നല്ലോ. അത് സ്ത്രീകൾക്ക് അവര് ആർത്തവ സമയമാണെന്ന് മറ്റുള്ളവരെ സ്വകാര്യത പ്രശ്നമാണ്, നാണക്കേടാകും എന്നൊക്കെ പറഞ്ഞ് ചില രാഷ്ട്രീയ നേതാക്കൾ തന്നെ രംഗത്ത് വന്നു. അപ്പോൾ അതിനെതിരെ വളരെ ശക്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ എഴുതുകയും ആ വിഷയത്തിൽ എന്താണ് ഞാൻ എഴുതിയ നിലപാട് തന്നെയാണ്. ഇപ്പോൾ ഒരു 50 കുട്ടികളിൽ 20 പേർക്കായിരിക്കും വലിയ ബുദ്ധിമുട്ടുള്ളത്. മെൻസ്ട്രലായിട്ട് ബന്ധപ്പെട്ട ബാക്ക് പെയിൻ, അല്ലെങ്കിൽ തലകറങ്ങി വീഴുക, BP ലോ ആവുക, വോമിറ്റിങ്, അങ്ങനെ കുറേ ഇത് പീരിയഡ്സുമായി ബന്ധപ്പെട്ട് 20 കുട്ടികൾക്കായിരിക്കും 50 കുട്ടികളിൽ. പക്ഷെ ആ 20 പേര് അവരുടേതായ തെറ്റ് അല്ലല്ലോ, അതൊരു നാച്ചുറൽ പ്രോസസ്സ്, ബയോളജിക്കൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി ഒരു പൊതുനയം
ഒരു സർക്കാർ തീരുമാനിക്കുമ്പോൾ എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യാൻ ആവശ്യക്കാരെടുത്താൽ മതി. ഞാൻ അതിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നിർബന്ധമായി എല്ലാ മാസം 3 മാസം ലീവ് എടുക്കണമെന്നില്ല. ലീവ് എടുത്ത കുട്ടികളുടെ പേര് നോട്ടീസ് ബോർഡിൽ എഴുതി ഒട്ടിക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ അത് ആവശ്യമുള്ളവർ മാത്രം എടുത്താൽ മതി. എന്തുകൊണ്ടാണ് ഇപ്പൊ പ്രിവിലേജഡ് ആയിട്ട് പോസ്റ്റിൽ ഇരിക്കുന്നവരൊക്കെ ഇതിനെ എതിർക്കുന്നതെന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫുൾ റീൽസ് നിങ്ങൾ ഗവൺമെന്റ് ഇത് കൊണ്ടുവന്ന് കേരളത്തിലെ പെൺകുട്ടികൾക്ക് ആർത്തവുണ്ടെന്ന് അറിയിച്ച് നാണക്കേടാക്കിയല്ലോ എന്ന് പറഞ്ഞ് അതിനെ കളിയാക്കിയാണ് യുവാക്കൾ അതിനെതിരെ പറയുന്നത്. അപ്പൊ അതൊരു ബേസിക് ആവശ്യമാണ്. പണ്ട് കാലത്ത് അതില്ലായിരുന്നു. പണ്ട് കാലത്ത് ഞാൻ 15 കിലോമീറ്റർ നടന്ന് ചെരുപ്പിടാതെയാണ് സ്കൂളിൽ പോയെന്ന് പറഞ്ഞ് ഈ കാലത്ത് അവരോ അവരുടെ മക്കളോ ആരും അങ്ങനെ പോകുന്നില്ല. അതുപോലെ തന്നെ പണ്ട് കാലത്ത് കൊടുക്കാൻ പറ്റാത്ത പരിഗണനകള്, കൊടുക്കാൻ പറ്റാത്ത ചേർത്ത് പിടിക്കലുകൾ കാലം മാറി അപ്ഡേറ്റ് ആയതിന്റെ ഭാഗമായിട്ട് ഒരു സർക്കാർ ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പൊ അതൊരു ഒരാളുടെ, ഒരു സ്ത്രീയുടെ ബലഹീനത, ഒരു വിദ്യാർത്ഥിനിയുടെ ബലഹീനതയായിരിക്കില്ല, അത് ശക്തിയായിരിക്കുള്ളൂ. കാരണം ആ ഒരു ആർത്തവ പെയിൻ, പീരിയഡ്സ് പെയിൻ കാരണം സ്കൂളിൽ പോവാൻ ഞാൻ പോകുന്നില്ല എന്ന് പറയാൻ, നീ പോവണ്ടെന്ന് പറയാൻ മാതാപിതാക്കൾക്കും ധൈര്യമില്ല, ടീച്ചേഴ്സിനും ധൈര്യമില്ല. 2 ദിവസത്തെ അറ്റൻഡൻസ് പോവും, ഇനി എല്ലാ മാസവും നിനക്ക്. അപ്പൊ അത് കുഴപ്പമില്ല. ആ ഒരു പെയിൻ ഉണ്ടെങ്കിലും ഗവൺമെന്റിന്റെ സപ്പോർട്ടും മാനേജ്മെന്റിന്റെ സപ്പോർട്ടും സിസ്റ്റത്തിന്റെ സപ്പോർട്ടും ഉണ്ട്. നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. എത്ര പേരാണ് എൻ്റെ ഒരു സുഹൃത്തൊക്കെ എല്ലാ മാസവും തലകറങ്ങി വീഴുമായിരുന്നു. ഒരു ദിവസം അവർക്ക് ഒരു ദിവസം ലീവ് കിട്ടിയാൽ അവർ ഓക്കെയാണ്. പിന്നെ എഴുന്നേൽക്കുമ്പോഴുള്ള അതിഭീകരമായിട്ടുള്ള വേദന, ടെൻഷൻ കാര്യങ്ങളൊക്കെ എത്രയോ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നല്ല കാര്യമാണ്. അന്നെ പോലുള്ള ഇതുപോലത്തെ വിഷയങ്ങൾ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളെ മുന്നിൽ കിട്ടിയപ്പോൾ ഒരു ചോദ്യം, അതായത് ഈ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ ജെൻഡർ ഇക്വാലിറ്റി വരുത്താൻ വേണ്ടി കുട്ടികളുടെ വസ്ത്രമെല്ലാം ഒരുപോലെ ആക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് പുരുഷന്മാർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ സ്ത്രീകൾക്ക് നൽകിയിട്ട് അത് ജെൻഡർ ഇക്വാലിറ്റി ആണെന്ന് പറയുന്ന ഒരു പതിവാണ്. ഇപ്പം പാൻസ് അല്ലെങ്കിൽ പാൻറ് ഇതെല്ലാം ആൺകുട്ടികളുടെ ഒരു വേഷമാണല്ലോ അത് പൊതുവെ. അപ്പോൾ അത് പെൺകുട്ടികൾ ഇടുന്നു, അതാണ് ജെൻഡർ ഈക്വാളിറ്റി. ശരിക്കും അതിനെയാണോ നമ്മൾ, എന്തുകൊണ്ടാണെന്നാൽ ഈ സ്ത്രീകളിടുന്ന വേഷങ്ങൾ പുരുഷന്മാരിടാൻ തയ്യാറാകാത്തത്? അപ്പോൾ അവിടെ ജെൻഡർ ഈക്വാളിറ്റി വേണ്ടേ? അപ്പോൾ ശരിക്കും പുരുഷനായി മാറുക, അല്ലെ പുരുഷന്റെ രീതികളിലേക്ക് മാറുക എന്നുള്ളതാണോ ജെൻഡർ ഈക്വാളിറ്റി എന്ന് പറയുന്നത്? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയാം. ഇതിൽ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഞാൻ പേഴ്സണലി അത് സപ്പോർട്ട് ചെയ്യും. ന്യൂട്രൽ യൂണിഫോം, ജനറൽ ന്യൂട്രൽ യൂണിഫോം, പാൻസും ഇതും. കാരണം സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, സാരി ആയാലും ചുരിദാറായാലും മറ്റേ സ്കേർട്ടായാലും അവരുടെ മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന രീതിയിലാണ് അത് പരമ്പരാഗതമായി ഡിസൈൻ ചെയ്ത് പോന്നിരിക്കുന്നത്. അപ്പോൾ കംഫർട്ടബിളായി ഇട്ടുള്ള ഡ്രസ്സാണ് പാൻസ് എന്ന് പറഞ്ഞാൽ. പുരുഷന്മാരുടെ ഡ്രസ്സ് എന്നതിനേക്കാൾ അപ്പുറം അതിനെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് എന്ന് ആണ് ഈ ജനറേഷൻ പറയുന്നത്. നമുക്ക് നടക്കാനായാലും ഓടാനായാലും മറ്റു കാര്യങ്ങൾക്കായാലും അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അത് കംഫർട്ടബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ജനറൽ ന്യൂട്രൽ യൂണിഫോമിനെ ഞാൻ വ്യക്തിപരമായി സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ പുരുഷനാവുക എന്നതല്ല ജെൻഡർ ഇക്വാലിറ്റി. എന്താണ് ഫെമിനിസം എന്ന് പഠിച്ചവർക്ക്, മനസ്സിലാക്കിയവർക്കറിയാം. നമ്മുടെ ഫെമിനൈൻ ക്വാളിറ്റീസ് തന്നെ നിലനിർത്തിക്കൊണ്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി ശബ്ദിക്കുന്നതാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ഒരേ രീതിയിൽ കോർപ്പറേറ്റ് മേഖലയിലൊക്കെ ആ ഒരു ഗ്ലാസ് സീലിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരേ രീതിയിൽ പ്രൊഡക്റ്റീവ് ആയിരിക്കും, ഒരേ രീതിയിൽ പെർഫോം ചെയ്യും, നന്നായിട്ട് ആക്റ്റീവ് ആയിരിക്കാം. പക്ഷെ പ്രൊമോഷൻസ് കിട്ടുന്നത്, സാലറി, പ്രൊമോഷൻസ് കിട്ടുന്നത് ഫിലിം ഫീൽഡിലാണെങ്കിലും അതുപോലെ പൊളിറ്റിക്സിലാണെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പോയിന്റിലൊക്കെ പുരുഷന്മാരായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒന്ന് നന്ദി പറയാനും ഫ്ലെക്സ് പിടിക്കാനും വിളക്കിന് ഇത് കൊടുക്കാനും ഒക്കെ ആയിരുന്നു ഒരു കാലഘട്ടം വരെ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മാറ്റം വരേണ്ടതെന്ന് പറഞ്ഞാൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി ശബ്ദിക്കുന്നതാണ് യഥാർത്ഥ ഫെമിനിസം. അല്ലാതെ ഞങ്ങൾ പുരുഷനാവാം, നിങ്ങൾ സ്ത്രീ ആവ്, അങ്ങനെയല്ല. അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ഫെമിനിസത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശങ്ങളും നല്ല ലക്ഷ്യങ്ങളെയും തകർക്കുന്നതിന് വേണ്ടി കുറേ പേര് പറഞ്ഞുണ്ടാക്കുന്ന തെറ്റിദ്ധാരണകളാണ് അതെന്നുള്ളത്. ഇപ്പോൾ റിയൽ ഫെമിനിസം മീൻസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി പണ്ട് കാലം മുതലേ നൂറ്റാണ്ടുകളായി, പതിറ്റാണ്ടുകളായിട്ട് അവർക്ക് ലഭിക്കാത്തത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസത്തിൽ വോട്ടവകാശത്തിന് വേണ്ടിയിട്ടാണ് മേരി വോൾസ്റ്റൻക്രാഫ്റ്റ് ഒക്കെ പോരാടിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു രാജ്യത്തെ പൗരനാണെന്ന് തെളിയിക്കാൻ ഒരു വോട്ട് അവകാശം സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. വോട്ടവകാശത്തിന് വേണ്ടി അവർ പോരാടി. സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം എനിക്ക് തോന്നുന്നു ഈക്വൽ വേജസ്, ഒരേ സാലറി കിട്ടുന്നതിന് വേണ്ടി, തൊഴിലിടങ്ങളിലെ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ്, മണിക്കൂറുകൾ, ജോലി, ശമ്പളം, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ്. അങ്ങനെയാണ് പല വേവ് ഓഫ് ഫെമിനിസം വന്നിരിക്കുന്നത്.
ഇപ്പോൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി ഡിസിഷൻ മേക്കിംഗ് പോയിന്റിലേക്ക് സ്ത്രീകൾ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ മേഖലയിലെ സ്ത്രീകൾ സംസാരിക്കുന്നത്. അപ്പം അത് ഞങ്ങൾക്ക് പുരുഷനാവാനാന്നൊക്കെ പറഞ്ഞ് വെറുതെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ആ കാര്യം. ജെൻഡർ ന്യൂട്രലിന്റെ യൂണിഫോമിന്റെ കാര്യത്തിൽ പറയുന്നത് കംഫർട്ട് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമുക്ക് ചുറ്റും നടക്കുന്ന എന്താണെന്ന് പലപ്പോഴും, അതായത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു PG പഠിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടുള്ള കുറച്ച് കുട്ടികളെ മീറ്റ് ചെയ്യാൻ ഇടയായി. അപ്പോൾ ഒരാൾ അവരോട് മണിപ്പൂരിൽ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവരിൽ ഏതാണ്ട് 95% മണിപ്പൂരിൽ എന്താണ്, ഇപ്പോൾ കലാപം നടന്ന സമയത്തായിരുന്നു, മണിപ്പൂരിൽ എന്താണ് നടക്കുന്നത് അവർക്കറിയത്തില്ല, അവരറിഞ്ഞിട്ടില്ല. അവിടെ എന്താണ് അവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവം എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അതിജീവിക്കാൻ കഴിയൂ. അതെ അതെ, സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുക. ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗത്തെ നമ്മൾ റീൽസ് കണ്ട് സമയം കളയാണെന്ന് മാത്രം കാണരുത് എന്നാണ് ഞാൻ പറഞ്ഞുള്ളൂ. കാരണം ഇപ്പോൾ വോട്ട് ചൂരി ആയാലും മണിപ്പൂരിൽ നടക്കുന്ന കാര്യങ്ങളായാലും ന്യൂനപക്ഷ വേട്ടകളായാലും മറ്റ് ദളിത് വിരുദ്ധ ഇതൊക്കെ ആയാലും കുറേയൊക്കെ സോഷ്യൽ മീഡിയയിലാണ് അവർ അറിയുന്നത് കുറേ കാര്യങ്ങൾ. അല്ലെങ്കിൽ പത്രം വായിച്ച് മാത്രം അറിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ആൾക്കാർ അത് മാത്രം സംസാരിച്ചുകൊണ്ടാണ് അത് വലിയ കാര്യമായിട്ട് തോന്നുന്നത്. പണ്ട് കാലഘട്ടങ്ങളിൽ ചായക്കടയിലൊക്കെ 2 പേര് പത്രം വായിക്കുന്നവരുണ്ടാവും, അവരിത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൂ. ഇപ്പൊ കുറേ കൂടി ആ വിഷയങ്ങൾ എല്ലാവരിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൽ ഇൻവോൾവഡ് ആയി അതിനെതിരെ പ്രതികരിക്കാനൊക്കെ പലർക്കും പറ്റാറില്ല. ആ ഒരു വ്യത്യാസത്തിന്റെ പ്രശ്നമുള്ളൂ. അപ്പൊ നമുക്ക് ഈ ജനറേഷന് അറിവ് കുറവാണ്, വിജ്ഞാനം കുറവാണ്, അല്ലെങ്കിൽ വായന കുറവാണെന്ന് പറയുന്നത് ശരിയല്ല. അവർ ഇതിനെക്കുറിച്ചൊക്കെ അപ്ഡേറ്റഡ് ആണ്, വേറെ രീതിയിലാണ് പഠിക്കുന്നതെന്നുള്ളൂ. കാരണം നമ്മൾ കുറെ കൂടി മുന്നാണെങ്കിൽ ഇത്രമാത്രം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, വോട്ട് ചോരി വിഷയം ഇത്രയും സക്സസ് ആവില്ലായിരുന്നു. ഒരു പരിധി വരെ യുവാക്കൾ അത് ഏറ്റെടുത്തുകൊണ്ടും ചോദ്യം ചെയ്യാൻ റെഡി ആയതുകൊണ്ടാണ് ഒരു പരിധി വരെ നമുക്ക് ആ ഒരു മുദ്രാവാക്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. നമുക്കത് ഇപ്പോൾ വായന കുറവാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ജനറേഷനിലായാലും പുസ്തകം വായിക്കുന്നവരുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി വലിയൊരു ഇൻസ്പിറേഷനാണ്. എത്ര തിരക്കാണെങ്കിലും യാത്രയാണെങ്കിലും അദ്ദേഹം വളരെ കാമ്പുള്ള, വളരെ ഇൻഫോർമേറ്റീവായിട്ട് നന്നായി വായിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് നല്ലൊരു ഇൻസ്പിറേഷനാണ്. ഓക്കെ, ദേശീയ നേതാക്കളൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ, ഇപ്പോൾ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അവരൊക്കെ ആയിട്ട് അടുപ്പം? അങ്ങനെ അവരൊക്കെ ആയിട്ട് സ്വാഭാവികമായിട്ട് ഇങ്ങനെ കാണുന്നു, നമ്മൾ ഫോട്ടോ എടുക്കുന്നു. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ആയാലും ഈ പ്രസംഗ അദ്ദേഹത്തിന് ഈ ഒരു 3 മണ്ഡലങ്ങളിൽ കൽപ്പറ്റ, മാനന്തവാടി, ബത്തേരി 3 മണ്ഡലങ്ങളിൽ സ്പീച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മളൊരു വിദ്യാർത്ഥി പ്രതിനിധിയാണല്ലോ, അപ്പോൾ അതിനുള്ള ബന്ധമൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അവസാനമായിട്ട് നമ്മുടെ പെൺകുട്ടികളോട് അല്ലെങ്കിൽ കേരളത്തിലെ യുവാക്കളോട്, കൗമാരക്കാരോട് എന്താണ് പറയാനുള്ളത് ഒരു രാഷ്ട്രീയക്കാരി എന്ന നിലയിൽ? ഏത് മേഖലയിലായാലും നിങ്ങൾ വിദേശത്താണെങ്കിലും ഇനി അവിടെ PR-ഉം സിറ്റിസൺഷിപ്പായി പോയാൽ പോലും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ആര് ഭരിച്ചാലും ഭരണകൂടത്തെ തിരുത്താനും ചോദ്യങ്ങൾ ചോദിക്കാനും. വിദേശത്താണെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്സിൽ ഇടപെടണമെന്നാണോ? അവിടുത്തെ പൊളിറ്റിക്സിലും ഇവിടുത്തെ പൊളിറ്റിക്സിൽ ഇടപെടാലോ. വലിയ രീതിയിൽ അവര് ഇവിടുത്തെ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കുന്നുണ്ട്. അവിടുത്തെ യുവാക്കൾ പറഞ്ഞതിനനുസരിച്ചായിരിക്കും മാതാപിതാക്കൾ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ ചാണ്ടിയുമാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കൂടെ ചാർലി വന്ന കോട്ടയത്തെ KSUവിന്റെ സെക്രട്ടറിയോ മറ്റോ ആയിരുന്നു, ജില്ലാ സെക്രട്ടറിയോ മറ്റോ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ UK-ലാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അവിടെ റിഫോം പാർട്ടിയിൽ അവിടെ ചെന്ന് മെമ്പർഷിപ്പ് എടുത്ത് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. എവിടെ ചെന്നാലും നിങ്ങളൊരു രാഷ്ട്രീയ ജീവിയാവുക. അത് ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിനി സെമിനാരിൽ പോയാലും മഠത്തിൽ പോയാലും ടീച്ചറായാലും അധ്യാപികയായാലും ഇപ്പോൾ ഈ അവര് പൊളിറ്റിക്കലി അവെയർ ആവാത്തതുകൊണ്ടാണല്ലോ ഇപ്പം നിതിൻ രാജ് എന്ന കുട്ടിയുടെ അധ്യാപകർ അവഹേളിച്ചും മനസ്സ് ഡൗൺ ആക്കിയാണ് ആ ഒരു കുട്ടി മരണത്തിലേക്ക് പോയ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. പൂക്കോട് വെറ്റിനറി ക്യാമ്പസിൽ സിദ്ധാർത്ഥ് മരിക്കുമ്പോൾ 3 ദിവസം സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ, മൂത്രം കുടിപ്പിക്കുമ്പോഴൊക്കെ അത് നോക്കി നിന്ന 10-40 കുട്ടികളുണ്ട്. പെട്ടെന്നൊരു സംഭവം കണ്ട് പേടിച്ച് മിണ്ടായതല്ല. 3 ദിവസം ക്രൂരമായ റാഗിങ് കണ്ട് മിണ്ടാതിരിക്കാൻ മാത്രം അവരുടെ ഒരു മനുഷ്യത്വവും അല്ലെങ്കിൽ ജനാധിപത്യ ബോധ്യവും പ്രതികരണശേഷിയൊക്കെ നശിച്ച ഒരു കാറ്റഗറി ഉണ്ട്. അത് ഈ പറയുന്ന ആത്മീയ നേതാക്കളിലുണ്ടാവാം, അധ്യാപകരിലുണ്ടാവാം, വിദ്യാർത്ഥികളിലുണ്ടാവാം. ഏത് മേഖലയിലായാലും പൊളിറ്റിക്കലി അവെയർ ആയിരിക്കുക, ചോദ്യം ചോദിക്കാനും പ്രതികരണശേഷിയുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട്, വ്യക്തികളായിട്ട് നമ്മൾ സ്വയം രൂപപ്പെടാം. അത് മാത്രമാണ് ഈ രാജ്യത്തെ ഇനി രക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ രാജ്യത്തെ രക്ഷിക്കുക എന്നതിനപ്പുറം നമ്മളെ തന്നെ രക്ഷിക്കാൻ നമ്മുടെ കയ്യിലുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതികരണശേഷിയാണ് നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇനിയുള്ള പൊളിറ്റിക്സിൽ.
ഇപ്പം ഈ ഇലക്ഷനിലായാലും നമ്മളത് കണ്ടു. നമ്മൾ ഒരു സമൂഹം ഒന്നടങ്കമാണ് തീരുമാനം എടുത്തത്. ഞാൻ ആ ഒരു പാർട്ടി ജയിച്ച കാര്യം എന്നതിനപ്പുറം പരമ്പരാഗതമായിട്ടുള്ള വർഗീയത ചീറ്റുന്ന വ്യക്തികളെ അകറ്റി നിർത്തിയാൽ അയ്യോ തോക്കും പേടിച്ചു പോകുന്നൊന്നും ചിന്തിക്കാതെ അതേ നിലപാടിൽ മുഴുവൻ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്ത് അത്രയും ശതമാനം വോട്ടിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ജനമാണ് തീരുമാനം എടുത്തത്. അപ്പം ആ വിക്ടറീനെ നമ്മൾ ഒരു ലെസണായിട്ട്, പൊളിറ്റിക്കൽ ലെസണായിട്ട് നമുക്ക് ഈ വട്ടത്തെ UDFന്റെ വിജയത്തെ കാണാൻ സാധിക്കും, ഒരു പാർട്ടിയുടെ വിജയം എന്നതിനപ്പുറം. കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും തോന്നിക്കാണും വളരെ പ്രതീക്ഷാവകമായ ആശയങ്ങളും അല്ലെങ്കിൽ ചിന്താധാരകളുമൊക്കെ കൈവശം വെക്കുന്ന അല്ലെങ്കിൽ പുലർത്തുന്ന ഒരു രാഷ്ട്രീയക്കാരിയാണ് ആൻ സെബാസ്റ്റ്യൻ. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിനും വലിയൊരു മുതൽക്കൂട്ടായി ആൻ സെബാസ്റ്റ്യൻ മാറും എന്നതിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്ന നമ്മളുടെ കുട്ടികൾക്കും അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ വലിയൊരു പ്രചോദനമായിട്ട് ആനിൻ്റെ പ്രവർത്തനങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.